കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എല്ലാ കാര്യത്തിലും പരാജയമാണല്ലോ എന്ന ചിന്ത പലരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. നമ്മെ നിരാശരാക്കുന്നത് സാത്താൻ്റെ പ്രവർത്തനമാണ്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തു ചെയ്യുമ്പോഴും നമ്മുടെ കർത്താവായ യേശുവിനെ കൂടെ കൂട്ടുക. നല്ലൊരു സ്നേഹിതനായി, കൂട്ടുകാരനായി, ഒരു അപ്പനായി നമ്മോട് കൂടെ ചേർന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ യേശുവിനെ തന്നെ. യോശുവ 1:9 പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ, അവർ യേശുവുള്ള മക്കളായി വളരുവാൻ നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 55:17 ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ കണ്ണുനീരിനെ മാനിക്കുന്നൊരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ഏഷ്യാവ് 49:15 പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇത്രയും ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമുക്ക് പറഞ്ഞു തരാനുള്ളത്? നമ്മുടെ കർത്താവിനെ മാത്രം കൂട്ടി വിളിച്ച് നമുക്ക് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തോട് കൂടുതലായി അടുത്തു വരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ നോമ്പിൻ്റെ സമയം ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.